രാജേഷ് ഖന്നയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ഓർമ്മ കൂടിയുണ്ട്. 2012 വർഷം ആ സമയത്തെ IPL സീസണിനൊപ്പം ടിവിയിൽ ഒരു ആഡ് കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഹാവൽസ് എന്ന ഫാനിന്റെ പരസ്യമായിരുന്നു അത്. ചിനിക്കർ പോലുള്ള, പാ പോലുള്ള, പാഡ്മാൻ പോലുള്ള കൊമേഴ്സ്യൽ ഹിറ്റിന് അപ്പുറം കലാപരമായും മേന്മയുള്ള ഒരുപാട് പടങ്ങൾ സംവിധാനം ചെയ്ത ആർ ബൽഖിയായിരുന്നു ആ ഒരു പരസ്യചിത്രം സംവിധാനം ചെയ്തത്. കാതടപ്പിക്കുന്ന ആരവങ്ങൾക്കൊപ്പം പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ഒരു ശബ്ദം ആ സമയത്ത് കേൾക്കാമായിരുന്നു ആ പരസ്യത്തിൽ. ഒരു കാലം ഇന്ത്യൻ സിനിമാ പ്രേമികൾ കേൾക്കാൻ ഏറ്റവും കൊതിച്ച ആ ഒരു ശബ്ദം. ഫാൻസ് ക്യാ ഹോതാ ഹൈ മുജ്സെ പൂച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധകരുടെ ആരവങ്ങളിൽ അയാൾ ഇങ്ങനെ പതിയെ നടന്നു വരികയാണ്. വർഷം 2012 ബോളിവുഡിലെ 60കളുടെ അവസാനവും 70കളും 80കളും ഓർമ്മകളുടെ തിരശീലയിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലിങ്ങനെ ഒഴുകി വരികയാണ്. പശ്ചാത്തലത്തിൽ ഒരു കാലത്ത് ഇന്ത്യൻ ജനത കൊണ്ടാടിയ പാട്ടുകളുടെ ട്യൂണിങ്ങിനെ കേൾക്കാം. അയാൾ ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ രാജേഷ് ഖന്ന ആ സമയത്ത് പരസ്യത്തിൽ നടന്നു വരികയാണ്. അയാളുടെ ചുറ്റും 1000 ഹാവൽസ് ഫാൻ കാണാം. ഹവാ ബദൽ സക്തി ഹൈ ലേക്കിൻ ഫാൻ ബാബു മഷായ് മേരെ ഫാൻസ് മുജ്സെ കോയി ചീൻ സക്താ no one can take my fans away from me. സ്വതസിദ്ധമായ തലച്ചെരിച്ചുള്ള രാജേഷ് ഖന്നയുടെ ആ ചിരി, പ്രായം 70കളിലേക്ക് എത്തുന്ന ഇന്ത്യൻ സിനിമയിലെ അതികായന്റെ മുഖം, പശ്ചാത്തലത്തിൽ യേ ശാം മസ്താനി എന്ന പാട്ടിന്റെ ആരവം. ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറിന്റെ അവസാന അഭിനയ മുഹൂർത്തങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു പരസ്യം, ഹാവൽസ് ഫാനിന്റെ പരസ്യം. ഒരു കാലത്ത് ഫാൻസിന്റെ ഇഷ്ട ഹീറോയായ രാജേഷ് ഖന്നയുടെ അവസാനത്തെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇത് പക്ഷേ ഹാവൽസ് ഫാനിനൊപ്പം എന്ന ഐറണി കൂടി ഉണ്ടായിരുന്നു ആ പരസ്യത്തിന്.